നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രാവൽ വ്ലോഗ് കാര്യങ്ങളായിട്ട് ഇറങ്ങിയാണ്. നമ്മൾ റാസൽ ഖൈമ എന്നുള്ളത് ജന്ന റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, നമ്മളിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. നമ്മൾ 4 പേര് കൂടിയിട്ടാണ് ഒരു റൂം എടുത്തേക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ബാച്ചിലേഴ്സിനും ഫാമിലിക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമ്മളെടുത്തേക്കുന്ന റൂമും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അതെങ്ങനെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നതെല്ലാം കാണിച്ചു തരാം. ഈ ഒരു ഹോട്ടലിൻ്റെ തൊട്ട് പിന്നിലായിട്ട് എന്താ പറയുക ഒരു മറീനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എന്താ പറയുക ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു എന്താ പറയുക ലൊക്കേഷൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അൻവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള എല്ലാ കാർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് എമിറേറ്റ്സ് ഐഡി. നമ്മൾ നേരെ പോകുന്നു, റൂമിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നെ കുറച്ച് കുക്കിങ്ങും പരിപാടികളും പിന്നെ എന്തൊക്കെയാണ് റൂമിലെ വിശേഷങ്ങൾ, എങ്ങനെയുള്ള റൂമാണെന്നെല്ലാം വീട്ടിൽ നിന്ന് കാണിച്ചു തരാം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക, നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടും. അതായത് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും പിന്നെ ഫാമിലിക്കൊക്കെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. കാരണം ഇങ്ങനെയുള്ള ഔട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് ഒരു വീക്കെൻഡിലൊക്കെ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ ചെക്ക് ഇൻ ടൈം 1 o'clock ആയിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി വന്നു. പിന്നെ കുറച്ച് പർച്ചേസിങ്ങെല്ലാം ചെയ്ത് തന്നിട്ട് എന്തായാലും നമുക്ക് റൂം ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ റൂമിൻ്റെ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് നടക്കേണ്ട ഹന്ന റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്തെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു കേട്ടോ. ഓക്കെ, നമ്മൾ 4 പേരാണ് വന്നിട്ടുള്ളത്. നമ്മൾ കിട്ടിയേക്കുന്ന റൂം 5th ഫ്ലോറാണ്, 502 ആണ്. ഓക്കെ, ഇവിടെ അൻവറും നമ്മുടെ വേറെ ഫ്രണ്ടും ഇടുന്നിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കയറി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ റൂം, സോറി റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ കണ്ടോ. അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വരുമ്പോൾ വ്യൂ ഇതാണ് വ്യൂ. നിങ്ങൾ വാ കാണിച്ചു തരാം. വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഗ്യാതറിങ് ഏരിയ ഉണ്ടോ. ഇതൊരു ഗ്യാതറിങ് ഏരിയ ഹോള് പോലെ ഒരു TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ഒരു വലിയ ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഷ്യൻസ് ഉണ്ട്. പിന്നെ വാ പുറത്തേക്ക് വരുമ്പോഴത്തുള്ള ഈ വ്യൂ ആണ് നിങ്ങൾ കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതൊക്കെയാണ് സംഭവം. നമ്മൾ എന്താ പറയുക കുറഞ്ഞ പൈസയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് സന്തോഷകരമായ കാര്യം. അതായത് ഈ ഒരു റൂം ബുക്ക് ചെയ്ത് നമ്മൾ എത്ര ബുക്ക് ചെയ്ത് 680 അല്ലേ, 680. ഇതിലിപ്പോൾ നമ്മൾ 4 പേരാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ബാച്ചിലേഴ്സിന് ഒരു പക്ഷേ 6, 7, 8 ആൾക്കാർക്ക് വരെ ഇവിടെ താമസിക്കുന്ന ഒരു പ്രശ്നമില്ലെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള വ്യൂ അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംഭവം സർപ്രൈസിങ് ആയിട്ടുള്ളത്. ഈ ഒരു ബാൽക്കണിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെയറും കാര്യങ്ങളും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ഊഞ്ഞാലുള്ള സാധനം ഉണ്ട്. ഈ ഒരു വ്യൂ ഉണ്ടോ ഹരി കാണിച്ചാൽ, ഈ ഒരു മറീനയുടെ വ്യൂ അതാണ് സ്റ്റണ്ണിങ് ആയിട്ടുള്ള സംഭവം. അതാണ് ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് എന്താ പറയുക കിട്ടാവുന്ന നല്ല എക്സ്പീരിയൻസ്. എന്താ പറയുക അൽഹംറ സൈഡിൽ വന്നിട്ടുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ഇതാണ്. കാരണം ഇവിടുന്ന് തന്നെ നേരെ നമുക്ക് പൊങ്ങി കടലിലേക്ക് ചാടാം. അത് ഞാൻ അങ്ങനെ വെറുതെ വിട്ട് പറയുന്നു കേട്ടോ, ആരും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ വൈകിട്ട് അങ്ങോട്ട് കുറച്ചേക്ക് പോയി നോക്കാം, എന്തെങ്കിലും വേറെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, പിന്നെ വരുമ്പോഴത്തേക്കും ഇതാണ് ബാൽക്കണി. ബാൽക്കണി കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പം പിന്നെ നമുക്ക് 2 റൂമുണ്ട് കേട്ടോ. 2 റൂം, അതിപ്പം 2 റൂമും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് എല്ലാ റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ റൂമിലും. പിന്നെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തുണി ഇടാനായിട്ട് നല്ലൊക്കെ വലിയ കബോർഡ്സ് ആണ്. ഓക്കെ, കബോർഡ്സ് ഉണ്ട്. പിന്നെ 2 സെപ്പറേറ്റഡ് ബെഡ്സ് ആണ്. ഓക്കെ, സെപ്പറേറ്റഡ് ബെഡ്. പിന്നെ ബാൽക്കണി ആക്സസിബിൾ ആണ് ഇവിടുന്ന്. പിന്നെ വാഷ്റൂമും കുഴപ്പമില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് അപ്പുറ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റോറേജ് റൂമുണ്ട്. ഇവിടെ സ്റ്റോറേജ് റൂമാണ്. ഇതിലാണ് നമ്മളുടെ വാഷിംഗ് മെഷീനും പിന്നെ നമുക്ക് എക്സ്ട്രാ മാട്രസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇരുന്ന സാധനം നേരെ കയറ്റി വെച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടുന്ന് അപ്പുറേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെയാണ് സെക്കൻഡ് ആയിട്ടുള്ള റൂം വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. അപ്പം മൊത്തം 3 വാഷ്റൂം കേട്ടോ. ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്, ഇതിലൊരു കോമൺ വാഷ്റൂം. പിന്നെ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം എന്ന് പറഞ്ഞത്. ഇതിലും ഇതിലും പിന്നെ എന്താ പറയുക ഡ്രസ്സിനുള്ള കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇതൊക്കെ എത്രയുണ്ട്. വാഷ്റൂം കോയിട്ട് അമേസിംഗ് ആണ് കേട്ടോ. വാഷ്റൂം കോയിട്ട് അമേസിംഗ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ റൂമിൽ നിന്നുള്ള വ്യൂ അതുകൂടെ കാണിച്ചു തരാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഒരു ബീച്ച് അല്ലെങ്കിൽ കടലിൻ്റെ വ്യൂ ഒക്കെ ആയതുകൊണ്ട് ഇതെനിക്ക് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൽ വലിയ കിങ് സൈസ് ബെഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയൊരു TV ഒക്കെ ഇരിക്കുന്നുണ്ട് TCLൻ്റെ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് നിങ്ങളെ തീർച്ചയായിട്ടും ഇങ്ങനെ പിടിപ്പിച്ചിരുത്തി കളയും. അതാണ് ഇതൊരു സാധനം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ എന്താ പറയുക ഇവിടെ വെച്ചിട്ട് ചെറിയൊരു കുക്കിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ കാണാത്തൊരു ഫ്രണ്ടാണ്. പുള്ളി ഏകദേശം എൻ്റെ കൂടെ ഇപ്പം 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ പേര് റോഹൻ ആണ്. പുള്ളി ഡീറ്റെയിൽ നമുക്ക് പരിചയപ്പെടാം. പുള്ളിയുടെ രീതിയിലുള്ള കുറച്ച് ഡിഷസും പിന്നെ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഈ റൂമിൽ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം കാണിച്ചു തരാം. ഈ ഒരു സംഭവം കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് ബാച്ചിലേഴ്സിന് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. നമുക്ക് പുറമേ നോക്കിയാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് ബോട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ? പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ബോട്ടിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഒരു കാര്യത്തിന് മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. ബാച്ചിലേഴ്സ് കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാം. ജസ്റ്റ് ഒരു ഡേ ഔട്ട് പോലെയോ ഒരു ഓവർനൈറ്റ് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒത്തുചേരുക, കുക്ക് ചെയ്യുക, എന്താ പറയുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് സന്തോഷപരമായിട്ട് പോകാം. വെൽ, നിങ്ങൾ ഇവിടെ ഒരു റൂം എടുത്താൽ, ഇങ്ങനെയൊക്കെയുള്ള റൂം എടുത്താൽ ഇവിടെയുള്ള ഫെസിലിറ്റി നോക്കി. ഇത് കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. വലിയൊരു ബർണറുണ്ട്, ഓവൻ, പിന്നെ ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡിഷ് വാഷർ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. നമുക്ക് ഇതിൽ തന്നെ ഈ ബർണറിൽ തന്നെ വലിയ ഓവനുണ്ട്. ഇതുണ്ട്, തുറക്കുമ്പോഴത്തേക്കും വലിയ ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതകൾ. പിന്നെ നിങ്ങൾക്ക് വരുമ്പോൾ ആകെ കൊണ്ടുവരേണ്ടത് പിന്നെ വലിയ അരിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വലിയ പാത്രം എടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് തന്നെ പിന്നെ ഇത്രയും അത്യാവശ്യമായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നൈഫ്, ബാക്കിയുള്ള തവി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ. നൈഫൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഒന്നും പുറത്ത് നോക്കുന്നതല്ല. എല്ലാ കട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ വരിക. സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, so Rohan bro, what are you trying to make? So I'm making my mother's all famous grilled chicken recipe. Right. It's the most easiest recipe I've ever made. Right. It has only 4 ingredients, which is red chili powder, salt, ginger garlic paste and lemon. Right. Okay. This is the amount that you will use per chicken. Okay. Okay. You will marinate it. How many chicken are we going to make? Only one or two? We'll make 2. Okay. Okay, so we'll double this. Okay. We'll marinate it only for 30 minutes. All right. Okay, and we'll put it in the oven. Okay. For about 1.5 to 2 hours. Right. So what are the main vegetables that So the vegetables you can put as you like. Okay. Based on your choice. But what we will be doing today is we'll use carrots. Okay. We'll use onions. Okay. We'll use garlics. Okay. And we'll use sweet potato. Right. So we'll put the chickens on a bed of these vegetables, and the chicken juices will cook these vegetables as well and get the flavor. Right. This is the idea. Right. Okay. Yeah. So we are excited actually. We are going to try the dish for the first time, and Yes. he said, I mean the chicken has to put it in the grill for almost 90 minutes, right? Yeah, 90 minutes to 2 hours. Yeah, 90 minutes to 2 hours, and so we'll put it now. And അൻവറിന്റെ കുക്കിംഗ് കലാപരിപാടിയിലേക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ പുലാവ്. ഉറപ്പാണോ? ചിക്കൻ പുലാവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കേരള സ്റ്റൈലൊന്നും അല്ല. സോറി, കേരള സ്റ്റൈലാണ്. ചിക്കൻ പുലാവോ അതോ ബീഫ് പുലാവോ? സോറി, മീൻ പുലാവ്. ചിക്കൻ പുലാവ്. റൈറ്റ്. ഓക്കെ. ചിക്കൻ പുലാവ്, ചിക്കൻ ഇല്ലാത്ത പുലാവ്. ചിക്കൻ ഇല്ലാത്ത പുലാവ് അത് ഒരു ഡിഫറെന്റ് രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റൈൽ ഉണ്ടാക്കുന്നതാണ്. ശരി, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്? ഇത് 1 കിലോ റൈസ് ഉണ്ട്. ഓക്കെ. 1 കിലോ റൈസ് ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണത്. നമ്മൾ കഴുകി സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത്. ഓക്കെ. അതിനുശേഷം ഉള്ളത് നമ്മുടെ മിക്സഡ് വെജിറ്റബിൾസ് ഫ്രോസൺ മേടിച്ചാണല്ലേ? ഇത് ഫ്രോസൺ മേടിച്ചാണ് നമ്മൾ കണ്ടില്ലേ. പിന്നെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ്, അതായത് നമ്മൾ ചിക്കൻ സ്റ്റോക്കിന്റെ ക്യൂബ് ആണത്. ഇതൊരു 3 ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട്. കാരണം ഇത് ഉണ്ടാക്കുന്ന രീതി എന്തിനാണെന്ന് വേറൊരു കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു നമ്മുടെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കറിയല്ല, ഒരു ഡിഫറെന്റ് സാധനം. പുലാവയുടെ കൂടെ തന്നെ എന്താണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്?
അതാണ് പറഞ്ഞിരിക്കുന്നത് ഫിഷ് മോളി. റൈറ്റ്. അതിന്റെ കൂടെ കഴിക്കാൻ ഒരു കോമ്പിനേഷൻ ആണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇതെന്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുക്കും? 90 minutes ഓ 1 hour? 1 hour. ഇത് വേറെ ഒന്നുമില്ല. ഇത് നോർമൽ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താണ് പുലാവ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്റെ ഒരു സ്പെഷ്യൽ പുലാവാണ്. ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണ് ഇത്. റൈറ്റ്. വെരി നൈസ്. ഓക്കെ. അപ്പൊ എന്തായാലും അൻവറിന്റെ കുക്കിംഗ് കലാപരികളിൽ കിടക്കാൻ പോണ്. റോഹന്റെ കലാപരി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ? ഓക്കെ. പിന്നെ എന്തായാലും നമുക്ക് ഒരു 1 hour 30 minutes എന്തായാലും വേണ്ടി വരും സംഭവങ്ങളെല്ലാം റെഡിയാക്കി വരാനായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്. കാരണം വലിയൊരു ഹ്യൂജ് ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഭയങ്കര കുറേ കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റും ബാച്ചിലേഴ്സിനും പിന്നെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക്, ഒരു ടീം ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്താ പറയുക വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഉണ്ടല്ലേ? ഒരു മാസ്റ്റർ ബെഡ്റൂം, പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ മാട്രസ് നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് വീഡിയോ ഇല്ല, ഇപ്പൊ തന്നെ Airbnb എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇതിന്റെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എന്നുള്ളത് ബുക്ക് ചെയ്ത്. കാരണം ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. Airbnb പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വലിയ കമ്പനിയാണ് Airbnb എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വേറെ ചെറിയ ആൾക്കാർ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം തോന്നിയിട്ട് ഇടുന്ന കാര്യമാണ്. അപ്പം വേറൊന്നും ഇല്ല. ഇവിടെ നമ്മൾ വന്നു സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എൻജോയ്മെന്റിന് വേണ്ടി നമ്മൾ എന്താണ് കുറച്ച് കുക്കൊക്കെ ചെയ്ത് കഴിക്കാം. നമ്മളിത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നുള്ളതിന് ഉപരി കാരണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഔട്ട് ഓഫ് ദ ബോക്സ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? ഇതെന്ന് വെച്ചാല് ഒരു പ്രത്യേകിച്ച് ബാച്ചിലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വളരെ പെർ ഹെഡ് ഒരു മാക്സിമം ഒരു 50-60 റംസ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടി പോയി. ഇൻക്ലൂഡിങ് ഫുഡാണ് ഈ പറയുന്നത്. ഇൻക്ലൂഡിങ് 2 നേരത്തെ 3 നേരത്തെ ഫുഡാണ് ഈ പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡും ഉച്ചക്കലത്തെയും വൈകിട്ടത്തേക്കുള്ള ഫുഡ് അടക്കം ഞാൻ ഈ പറഞ്ഞത് 100 രൂപ താഴെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾക്ക് ഒരു വൺസ് ഇൻ 1 ഇയറിൽ നമുക്കൊരു 6 മന്തിൽ അല്ലെങ്കിൽ 6 മന്തിൽ നമുക്കൊരു പ്രാവശ്യം ഒരു ദിവസം ഒരു 50 ദിവസം ചിലപ്പോൾ നമുക്ക് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിന്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാത്രം വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏരിയയിൽ ഏറ്റവും നല്ല ഒരു വ്യൂയോടുകൂടി ഇത്രയും ഫെസിലിറ്റികളുള്ള റൂമിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിലും നല്ല റൂംസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് വന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി നമ്പർ 1 സാധനമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ റോഹൻ ബ്രോ ഉണ്ടാക്കിയ ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് പുള്ളിയുടെ റെസിപ്പിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈസി ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സ്പൈസസ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കാണിച്ച് ചെയ്തിട്ട് താഴത്തേക്ക് കാണിച്ചു തരാം. വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോ കാണിച്ചു തരാം. നമുക്ക് ഇതിപ്പോ ചിക്കൻ്റെ കാലൊക്കെ ഇങ്ങനെ എടുക്കും. നല്ല ചൂടുണ്ട്, അത് വീട്ടിൽ വരുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മള് അത് ഏകദേശം 1.5 hour അതായത് 90 minutesോളം നമ്മളിങ്ങനെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര സോഫ്റ്റ് ആണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പൊട്ടറ്റോ, അതായത് സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ കണ്ടോ, ചിക്കൻ എത്ര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ. പിന്നെ അതുമല്ല ഈ ചിക്കൻ്റെ എന്താ പറയാ എന്താണ് പറയാ ചിക്കൻ്റെ ഇത് ടെൻഡർ ആണ്. പിന്നെ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. കാരണം വെച്ചാൽ അതിന്റെ ഇതിനകത്തുള്ള നെയ്യെല്ലാം ഉരുകി ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ കഴിച്ചു നോക്കാം. കഴിച്ചോ? കണ്ടപ്പോഴേക്ക് തോന്നിയായിരുന്നു. പറയാൻ പറ്റുന്നില്ല, ഒന്നുമില്ല, ചെറിയ ചൂടുന്നുള്ളൂ. കാരണം നമ്മൾ ഇറക്കിയിട്ട് പോകുന്ന സമയമില്ല. സംഭവം പൊളിയുണ്ട്. ചെറിയൊരു എള്ളി കയറിയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും സംഭവം ഒരു വെജിറ്റബിളിൽ ആ ചിക്കൻ്റെ പിന്നെ എന്താ പറയുക നെയ്യും മാരിനേഷനെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം വീട്ടിലൊക്കെ. കാരണം വെച്ചാൽ 90 minutesോളം പ്രിപ്പറേഷൻ ഉള്ളൂ. നമ്മളൊന്നും ചെയ്യണ്ട, ആകെ മാരിനേറ്റ് വെക്കുക. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഓവനിൽ മാത്രം വെച്ചാൽ മതി. ഇത്രയും ജ്യൂസി ആയിട്ടുള്ള സാധനം വേറെ എവിടെയും നമുക്ക് കടയിലും എവിടെയും പോലും കിട്ടുന്നില്ല. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ ഇത്രയാണ്. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു വേണം. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ റൂം ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എയർബിഎൻബി ത്രൂ കണ്ടതാണ്. ഓക്കെ, ഇത്തരമുള്ള വീഡിയോ വിശേഷങ്ങൾ പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അതുവരെയും ബൈ. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് ഈ റൂം ബുക്ക് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. എയർബിഎൻബി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓക്കെ, അതൊരു അമേരിക്കൻ കമ്പനിയാണ്. നമ്മൾ നേരെ എയർബിഎൻബിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവർ വെരിഫൈ ചെയ്ത കുറേ ഹോട്ടൽസും റിസോർട്ട്സും പിന്നെ റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള റൂംസ് എല്ലാം കിട്ടും. 1 BHK കിട്ടും, 2 BHK കിട്ടും, 3 BHK കിട്ടും, സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് കിട്ടും, ഇതെല്ലാം കിട്ടും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിന അൽ അറബ് റെസിഡൻസിലാണ് കേട്ടോ, റാസൽ ഖൈമയിലും. അപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് സിംപ്ലി എയർബിഎൻബിയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിന്ന് നേരെ പോവുക. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു വിൻഡോ ആണ് നേരെ നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ മുകളിലുണ്ടാവും വേ യു പ്ലാനിങ്, വേ യു ഗോയിങ്. അപ്പോൾ നമ്മൾ നേരെ അടിച്ചത് റാസൽ ഖൈമ അടിച്ചപ്പോൾ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്: ഫൈൻഡ് എ പ്ലേസ് സ്റ്റേ, ഫൈൻഡ് എ മന്ത്ലി സ്റ്റേ ആൻഡ് ഫൈൻഡ് ആൻ എക്സ്പീരിയൻസ്. നമ്മൾ നേരെ ഫൈൻഡ് എ പ്ലേസ് ടു സ്റ്റേ അത് ക്ലിക്ക് ചെയ്യുന്നു. നേരെ നമുക്ക് വേണ്ട ഡേറ്റ്സ് ചൂസ് ചെയ്ത് നോക്കി. ലെറ്റ്സ് കീപ്പ് നെക്സ്റ്റ് വീക്കെൻഡ് 12 13 ചൂസ് ചെയ്തു. നെക്സ്റ്റ് അടിച്ചു. പിന്നെ നേരെ പോയത് എത്ര അഡൽസ് ആണുള്ളത്. ഇത് എനിക്കൊന്ന് അഡൽസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കാണ് ഞാൻ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ബാച്ചിലേഴ്സിന് over 6 അല്ലെങ്കിൽ over 4 അങ്ങനെയുള്ള വലിയ ഗ്രൂപ്പിനൊക്കെ വരാനായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. കാരണം നമ്മൾ ഹോട്ടൽസിൽ നിന്നും ഇത്ര ആൾക്കാർക്ക് പോയിട്ട് താമസിക്കാൻ പറ്റും, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ. അതുപോലെ ഇത്രയും ഫെസിലിറ്റി കിട്ടത്തില്ല, കുക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീട്ടിൽ കണ്ട കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പം ബാച്ചിലേഴ്സിനെക്കാട്ടിലും ബാച്ചിലേഴ്സിനോട് കൂടെ തന്നെ പിന്നെ നമ്മുടെ ഫാമിലിക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അഡൽസ് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ അപ്പം 5-6 അഡൽസ് വരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ചൂസ് ചെയ്ത് നേരെ സെർച്ച് കൊടുക്കുന്നു. പിന്നെ നേരെ സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും 15 പ്ലേസ് തോന്നുന്നുണ്ട്. അതിലാണ് നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. ഉമ്മൽ ഖൈമിലുണ്ട്, റാസൽ ഖൈമിലുണ്ട്. അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പോക്കറ്റിൽ ഇണങ്ങുന്ന പൈസയ്ക്ക് അനുസരിച്ച് സാധനം ബുക്ക് ചെയ്യുക. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സർവീസൊക്കെ പക്കയാണ്. പിന്നെ സേഫാണ്, വരുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളിവിടെ വന്നു, അടിച്ചു പൊളിച്ചു, തകർത്തു, കുക്കിംഗ് ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. നമുക്കായത് 680 ദിർഹംസാണ് ഈ ഒരു റൂമിന് നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്തത്. ഇവിടെ ഹോട്ടൽ പോലെ തന്നെ എല്ലാ സെറ്റപ്പ് ലൈക്ക് ബാത്റൂം ടവൽസ്, നമുക്ക് വേണ്ട സോപ്പ്, ഡെൻ്റൽ കിറ്റ്സ് കാര്യങ്ങളെല്ലാം അവർ തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലാൻഡ് ലൈൻ നമ്പറിൽ ഓപ്പറേറ്ററിനെ വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഹൗസ് കീപ്പിംഗ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ റിപ്പയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ വിളിച്ചാൽ അവർ നേരെ ഒന്നെല്ലാം ചെയ്തു തരും, സോർട്ട് ചെയ്ത് തരും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു.